ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്തേക്കണേ. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ സ്പെഷ്യൽ ഒരു ഹെയർ ബാൻഡാണ് ഉണ്ടാക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് ആർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണിത്. ഇത് നല്ല ഭംഗിയായിട്ട് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എൻഡ് ബീഡാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്. എൻഡ് ബീഡിൽ നമുക്ക് ഇതേപോലുള്ള ബീഡ്സുകൾ, അതേപോലെ എൻഡ് ടേപ്പ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ എൻഡ് ബീഡ് കയ്യിലില്ലെങ്കിൽ നമ്മൾ സാധാ റൗണ്ടുള്ള ബീഡും അവിടെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. എൻഡ് ബീഡ് തന്നെ വേണമെന്നില്ല, ഇല്ലാത്തവർക്ക് സാധാ വൈറ്റ് പേൾ ബീഡ്സും അവിടെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒട്ടിച്ച് കൊടുക്കുന്നത് ബ്ലാക്ക് എൻഡ് ബീഡാണ്. അപ്പോൾ ഈ ഒരു എൻഡിൽ നമ്മൾ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു ബീഡിനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഗമ്മ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, 3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിക്കും. 24 ഹവറാണ് അതിൻ്റെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടുന്ന ടൈം. അപ്പം ഇനി നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡിലേക്ക് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബിനെയാണ് കോർത്ത് കൊടുക്കുന്നത്. വൈറ്റ് കളർ ഗ്ലിറ്റർ ട്യൂബാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് പേൾ ബീഡ്സിനെ കോർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിതാ ഫോം ഫ്ലവറിനെ ഇതേപോലെ 2 ഭാഗത്തേക്കും ഈ ഒരു കമ്പി ടൈറ്റിൽ ചുറ്റി കൊടുക്കണം. ഫോം ഫ്ലവർ നമ്മൾ ചുറ്റുമ്പോൾ ഇതിൻ്റെ 2 സൈഡിലേക്കും നന്നായിട്ട് ടൈറ്റായിട്ട് ചുറ്റാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മൾ വൈറ്റ് ഫ്ലവറിനെയും ഇതേപോലെ ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം, പക്ഷേ ഈ കമ്പി ഹെയർ ബാൻഡിൽ ഒട്ടിക്കുന്നതിനെക്കാട്ടിലും നല്ല ചുറ്റിയാലാണൊന്ന് നല്ല ഉറപ്പായിട്ട് നിൽക്കുള്ളൂ. അതേപോലെ തന്നെ അടുത്തതായിട്ട് ഫോം ഫ്ലവർ തന്നെ ഓറഞ്ച് കളറും ഇതേപോലെ ചുറ്റി കൊടുക്കുന്നുണ്ട്. ചുറ്റുമ്പോൾ 2 ഭാഗത്തേക്കും ചുറ്റണം കേട്ടോ, അപ്പോൾ നന്നായിട്ട് ഇളകാതെ അവിടെ നിൽക്കും. അപ്പോൾ അങ്ങനെ 3 ഫ്ലവറിനെയും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വൈറ്റ് ഗ്ലിറ്റർ ട്യൂബ് തന്നെ ലാസ്റ്റും കോർത്ത് കൊടുക്കാം. സ്ക്രീനിൽ നിങ്ങൾക്ക് വേറൊരാളും കൂടെയും കാണുന്നുണ്ടാവും, അവനും എന്തോ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ. എന്നിട്ട് പിന്നെ നമ്മളിതാ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബിനെ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് അവിടെ എൻഡിലും നമ്മൾ ഈ ഒരു സെയിം എൻഡ് ബീഡിനെ തന്നെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ശ്രദ്ധിച്ച് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ, അപ്പോൾ അത് മുഴുവനായിട്ട് നല്ല രീതിയിൽ മനസ്സിലാവും. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് ചെറിയ കുട്ടികൾക്ക് പോലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ താഴെ ഈ കമ്പികളൊന്നും മേലെ മുടിയിലൊന്നും കുരുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാൻവാസിൻ്റെ പീസോ ഫെൽറ്റ് ഷീറ്റോ എടുക്കാം. ഫെൽറ്റ് ഷീറ്റിൻ്റെ കയ്യിൽ വൈറ്റ് ഇല്ലാത്തത് കാരണം ഞാൻ ഈ ഒരു ചെറിയ ക്യാൻവാസിൻ്റെ പീസ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൽ ഈ BB 7000 ഗമ്മ് അപ്ലൈ ചെയ്തിട്ട് അവിടെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ കമ്പിയൊന്നും മുടിയിൽ കുരുങ്ങില്ല, അതുപോലെ തന്നെ ഫ്ലവറും നല്ല ഒട്ടി നിന്നോളും. വൈറ്റ് ഗ്ലിറ്റർ ട്യൂബിന് പകരം ഇതേപോലെയുള്ള പേൾ ബീഡ്സും നമുക്ക് ഓർത്തെടുക്കാം. അപ്പോൾ ഇത് നമ്മളെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഹെയർ ബാൻഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും, ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണിത്. അപ്പോൾ ഇതേപോലെയുള്ള ഹെയർ ബാൻഡുകളുടെ മേക്കിംഗ് വീഡിയോകൾക്കൊക്കെ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.